ഭഗവാനെ, അവളെൻ്റെ ജീവിതത്തിലെ അവസാനത്തെ പെണ്ണായിരുന്നു. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണില്ല. എൻ്റെ ജീവിതത്തിൽ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നീ മാത്രമാണ്. രക്ഷിക്കണേ ഈശ്വര. എൻ്റെ ആഞ്ജനേയ സ്വാമി, ശക്തിധരനെ, എന്നെ രക്ഷിക്കണേ. എൻ്റെ കൃഷ്ണ. അവളെ ഞാൻ വെറുതെ വിടത്തില്ലടാ. നീ വെള്ളത്തിൽ എഴുതി വെച്ചോ, ഇനി റോമിയോ രാജാന്റെ ജീവിതത്തിൽ ഒരു പെണ്ണില്ല. ഇല്ലടാ, ഇല്ല. കണ്ടായിരുന്നോ? കാണുന്നുണ്ടായിരുന്നു. കൊള്ളാല്ലേ? കൊല്ലും നീ. എടാ, ദൈവത്തിന്റെ നട വെച്ച് ദൈവം തന്നെ കാണിക്കുന്ന പെണ്ണ. ഇനി റോമിയോ രാഘവന്റെ ജീവിതത്തിൽ പെണ്ണുണ്ടെങ്കിൽ എനിക്ക് അവള് മതി. ഇത് സുന്ദരിയാണ്. അമ്പലത്തിലേക്ക് പോയതാ? അല്ലടാ, ചൂണ്ടയിടാൻ പോയതാ. മീനും ചൂണ്ടൊക്കെ പെണ്ണും കിട്ടും. അവത്തോട്ട് ഇപ്പൊ കയറിപ്പോയതേ ദേവിയ. അവൾ ഏത് അമ്പലത്തിലെ പ്രതിഷ്ഠയാണെന്ന് കണ്ടുപിടിച്ച അവളെ ജാതകം കണ്ടുപിടിക്കാതെ രാഘവന് ഉറക്കമില്ല. നിനക്കും കേറങ്ങോട്ട്. എന്റെ ദൈവമാണ്, എന്റെ ദൈവമാണെന്ന്. തുണി പിടിച്ചിട്ട് പോടാ. ഉടുപ്പ് കാണടാ കണ്ടുപിടിച്ചത്. മിസ്സാവൂടാ. നീ എടുത്തോട്ട് വാഞ്ഞോട്ട്. കേൾക്കടാ, ഞാൻ നിന്നെ 10 വരെ മേടിച്ചിട്ടുണ്ട്. പക്ഷെ നിന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും അങ്ങനെ വഴങ്ങി തരാൻ കൂടെ പറ്റില്ല. കണ്ടുപിടിച്ചിട്ടാ, നമ്മുടെ ഏരിയ അല്ലേ. പിന്നെ രാവിലെ അമ്പലത്തിൽ കൊണ്ടുവച്ചല്ലേ നിന്റെ ജീവിതം. ഓടാ പെണ്ണുപിടിയാ. എടാ, വെള്ളിയാഴ്ച ദിവസം അതിരാവിലെ കുളിച്ച് സുന്ദരിയായി അമ്പലത്തിൽ വരണമെങ്കിൽ വിത്ത് മുല്ലപ്പൂ. അവളല്ലേടാ മലയാളി മങ്ക. അതെ അതെ, ഈ കാലത്ത് ഡ്രസ്സിങ്ങിലൊക്കെ എന്താടാ ഇരിക്കുന്നത്? എനിക്ക് ഉറപ്പാ എന്റെ അമ്മ ആഗ്രഹിക്കും പോലത്തെ ഒരു ടിപ്പിക്കൽ മലയാളി പെൺകുട്ടി എന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നീ അവളെ കൂടെ പിടിച്ചേ. ബാർബിക്യൂ. നീ അക്ഷരം കൂടെ നിൽക്കൊന്നും വേണ്ട, ബാറിലോട്ടാ. ചെറിയ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യം ചെയ്തിട്ട് കാര്യമില്ല. ചിലപ്പോ ആ കൊച്ചിന്റെ അച്ഛൻ അവിടെ വെയിറ്റർ ആണെങ്കിലോ, അതല്ലെങ്കിൽ ഇനി സോഡ മേടിക്കാൻ കയറിയാണെങ്കിലോ. അത് പോയി നോക്കി അറിയാലോ. നമ്മൾ കയറിപ്പോയി നമ്മൾ കള്ളുടി പോയാലും നമ്മൾ വിചാരിക്കില്ലേ. ചേട്ടാ, ഉച്ചയ്ക്ക് മേടിച്ചത് ഒരു ഹാഫ് ബിരിയാണിയുടെ ആൽമാർത്താണ് ഞാൻ കാണിക്കണത് കേട്ടോ. എനിക്ക് മൂത്രം ഒഴിക്കണം. എടുത്തോ, എടുക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞോ? ബ്രോ 60 ജിമ്മിം ഹണി.